അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നമ്മുടെ കടയുടെ ഭാഗത്തു നിന്ന് എടുത്ത കുറച്ച് വിഷ്വൽസാണ്. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പം ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും. അത് കാരണം ഞാൻ രാവിലെ ഇതെടുത്തതാണ്. നമസ്കാരം, നമ്മുടെ പുതിയൊരു മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നു മച്ചാന്മാരെ, മൂത്രമൊക്കെ ഒടിച്ചാൽ കളയുന്ന അത്ര തണുപ്പാണ് കേട്ടോ. അമ്മപ്പൊന്നു ഇതേ പുറകിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ കവിതാക്കൾക്കും ഒരു വാലന്റിയൻസ് ഡേ ആശംസകൾ നേരുന്നു. ഒരെണ്ണം അറ്റൻഡ് ചെയ്യട്ടെ വേല. അപ്പോൾ നമ്മൾ എൻ്റെ ട്യൂട്ടോൺസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 2 ഫൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മപ്പൊന്നിന് കുറച്ച് സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സവോള എല്ലാം അരിഞ്ഞു ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരുവാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ കാലാവസ്ഥയുടെ കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനു രാവിലെ പൊറോട്ടയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അവർ ചേമ്പളത്ത് താമസിക്കുന്നതാണ്. പുള്ളി വെളിയിലാണ്. പിന്നെ നമ്മുടെ അമ്മപ്പൊന്നിൻ്റെ കൈപ്പുണ്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ചൂട് സാമ്പാറും പിന്നെ പൊറോട്ടയും കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏതായാലും മൈ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. പൊറോട്ടയും സാമ്പാറുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാനും വയറ് നിറച്ചത് കഴിച്ചു. പിന്നെ അന്നത്തെ പോലെ തന്നെ നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നു ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിലെ നമ്മുടെ വലിയൊരു ഭാഗ്യം കേട്ടോ. നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതി അവരെല്ലാം നമ്മളെ സപ്പോർട്ട് പരമാവധി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മുണ്ടിയരുമയ്ക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അമ്പലത്തിൻ്റെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പുതിയൊരു വ്ളോഗുമായിട്ട് നാളെ കാണാം. ടാറ്റാ.